നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബീട്രൂട്ടിനെ കുറിച്ചാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു ഭക്ഷ്യവിളയാണ് ബീട്രൂട്ട്. ചീനോപോഡിയേസിയ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ബീറ്റ വൾഗാരിസ് എന്നതാണ്. ഇംഗ്ലണ്ടിൻ്റെ തീരപ്രദേശത്ത് ഉത്ഭവിച്ച് ലോകത്താകമാനം പരന്ന ഒരു പച്ചക്കറി വിളയാണിത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പച്ചക്കറി എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏകദേശം 1 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. 2 വർഷം വരെ ആയുസ്സുള്ള ഒരു സസ്യമാണിത്. ഒരു ശീതകാല പച്ചക്കറി വിളയായ ഈ സസ്യം കേരളത്തിൽ പ്രധാനമായും ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് കൃഷി ചെയ്തു വരുന്നത്. ഇതിൻ്റെ കിഴങ്ങാണ് ബീട്രൂട്ടായി നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഇത് ഉരുണ്ടതും കട്ടിയുള്ളതും ചാരനിറത്തിലും കാണപ്പെടുന്നു. ഇതിൻ്റെ ഉൾഭാഗം മാംസളമാണ്. അത് പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്നു. ഇലകൾ തറനിരപ്പിൽ നിന്നും ഉയർന്ന 4 വശത്തേക്കുമായി ഉണ്ടാകുന്നു. അത് കടും പച്ച നിറത്തിലാണ്. പൂക്കൾ പൂങ്കുലയായിട്ടാണ് കാണപ്പെടുന്നത്. ക്യാപ്സുലാർ രൂപത്തിലുള്ള ഇതിൻ്റെ ഫലത്തിൽ ഒരൊറ്റ വിത്ത് മാത്രമാണ് ഉള്ളത്. നിത്യജീവിതത്തിൽ നമ്മൾ അച്ചാറിടുന്നതിനും സാലഡ്, വൈൻ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നു. ബീറ്റാനിൻ എന്ന ഘടകമാണ് ഈ സസ്യത്തിന് ഇതിൻ്റെ നിറം നൽകുന്നത്. ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഇതിലെ ഈ ഘടകം സഹായിക്കുന്നു. അമിതമായ കൊഴുപ്പിനെ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കുന്നതിനും ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ബീറ്റ്റൂട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ കളർ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാ അച്ചാർ വയ്ക്കാൻ പറ്റും, ഉപ്പേരി വയ്ക്കാം. ഈ ബീറ്റ്റൂട്ടിൽ ധാരാളം മൈക്രോ എലമെൻറ്റ്സ് ഉണ്ട്, പോഷക സമൃദ്ധമാണ്. അതായത് ചെറിയ മഗ്നീഷ്യം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ദിവസേന അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ ലിവറിൽ കൊഴുപ്പ് അടിയുന്നത് കുറയ്ക്കും. പ്രത്യേകിച്ച് ഈ മദ്യപാനികൾ എല്ലാ ദിവസവും മദ്യപാനി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വരും. അപ്പോൾ ഈ ലിവറിൽ കൊഴുപ്പ് അടിയുന്നത് തടയാൻ ഈ ബീറ്റ്റൂട്ടിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ ഹൃദയ മസികൾക്ക് ബലം കിട്ടാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഒരാഴ്ചയിൽ 1 ദിവസമെങ്കിലും ഈ ബീറ്റ്റൂട്ട് ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ കറിയാക്കിയിട്ടോ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഉപയോഗമെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് ഈ ബീറ്റ്റൂട്ട് ഈ അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഈ കാലിൻ്റെ മടമ്പലും ഈ വിരലിൻ്റെ ഇടയിലൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ ഈ വളങ്കടി, അതുപോലെ ഈ വിണ്ട് കീറുന്നൊരു അസുഖമാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ ഈ കാലിൻ്റെ മടമ്പ് ഇങ്ങനെ വിണ്ട് കയറും. അത് തടുക്കാൻ ഇത് ദിവസേന അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്.